ചെറിയപ്പിള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ മെയ് 12-ന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മെയ് 8-ന് തിരുനാളിന്റെ കൊടികയറ്റ് കർമ്മം നിർവഹിക്കും. ഫാദർ നെൽസൺ ജോബ് OCD-യുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയോട് കൂടിയാണ് 10,000 പേർക്കുള്ള ഊട്ടുനേർച്ചയ്ക്ക് തുടക്കം കുറിക്കുക. ഊട്ടുതിരുനാളിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി പള്ളി ഭാരവാഹികൾ. മെയ് 12-നാണ് ചെറിയപ്പിള്ളി സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. മെയ് 8-ന് കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കൊടികയറ്റുകയും തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും. ഊട്ടുതിരുനാൾ ദിനമായ മെയ് 12-ന് റെവറൻഡ് ഫാദർ നെൽസൺ ജോബ് OCD-യുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 10,000 പേർക്കുള്ള ഊട്ടുനേർച്ചയ്ക്ക് തുടക്കം കുറിക്കും. തുടർന്ന് വചനപ്രഘോഷണം, കാഴ്ച സമർപ്പണം എന്നിവയും ഉണ്ടാകും. ഊട്ടുനേർച്ചയ്ക്കായി ചെറിയപ്പിള്ളി വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെയ് 8-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് കൊടികയറ്റുകയും തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും. നൊവേന ആരംഭിച്ചതിന്റെ 50 വർഷം ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. മെയ് 12-ാം തീയതിയാണ് പുണ്യവാന്റെ നാമധേയത്തിലുള്ള ഊട്ട് നേർച്ച ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ധ്യാനഗുരുവായിട്ടുള്ള നെൽസൺ ജോബ് OCD അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയോടുകൂടി ഊട്ടുനേർച്ച ആരംഭിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഊട്ടുനേർച്ച ഒരുക്കിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ തുടർച്ചയായ ദിവ്യബലി, നൊവേന, ആരാധന ശുശ്രൂഷകളും നടത്തപ്പെടുകയാണ്. ഈ വർഷം 10,000-ഓളം പേർക്കാണ് ഊട്ടുനേർച്ച ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ദേവാലയം മുറ്റം മുഴുവനും പന്തൽ ഇടുവാൻ തീരുമാനിച്ചു. കാരണം ഈ ചൂട് അതികഠിനമായതിന്റെ പേരിൽ തീർത്ഥാടകരായി കടന്നു വരുന്ന വിശ്വാസികൾക്കും നാനാജാതി മതസ്ഥരായ മക്കൾക്കും സൗകര്യപ്രദമായി പുണ്യവാന്റെ ഊട്ടുനേർച്ചയിൽ പങ്കുചേരാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന കാര്യവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കാൽനൂറ്റാണ്ടിന്റെ പൊൻതിളക്കത്തോടെ പറവൂർ വൈപ്പിൻകരയുടെ സ്വന്തം കവിത ജ്വല്ലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ. കവിത ജ്വല്ലറി ചെറായി, ഒരു ദേശത്തിന്റെ സുവർണ പാരമ്പര്യം.